ദിവസങ്ങളിൽ നിങ്ങൾ സുവിശേഷം പറയാൻ മടിക്കരുത്. സുവിശേഷത്തിന് ഭയങ്കരമായി എതിർപ്പുള്ള ഒരു കാലഘട്ടമാണ്. സുവിശേഷം പറയുന്നവനെ പരിഹസിക്കുന്ന ഒരു കാലമാണിത്. സുവിശേഷം പറയുന്നവനെ പുച്ഛിക്കുന്ന, ഏതോ ഒരു തരം താണ നിലയിൽ നോക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതവരുടെ അറിവില്ലായ്മയാണ്. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന അതിശക്തനായ മിഷണറിയും പ്രസംഗകനുമായിരുന്ന ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ സെനറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് പേഴ്സണലായി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അമേരിക്കയുടെ ഒരു തിരഞ്ഞെടുപ്പിൽ, ഒരു ഇലക്ഷനിൽ താങ്കൾ ഒരു സ്ഥാനാർത്ഥിയായി നിന്നാൽ ഉറപ്പായും ഡോക്ടർ ബില്ലി ഗ്രഹാം താങ്കൾ ആ ഇലക്ഷനിൽ ജയിക്കുമെന്ന് ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് അറിയിച്ചപ്പോൾ, അത് മാധ്യമങ്ങൾ അറിഞ്ഞിട്ട് മാധ്യമ സമൂഹം ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് പറഞ്ഞു, താങ്കൾ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കാൻഡിഡേറ്റായി നിൽക്കാൻ തീരുമാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്റെ കരത്തിലിരുന്ന ഹോളി ബൈബിൾ, വിശുദ്ധ ബൈബിൾ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഇതിലും താണ ഒരു ജോലി ചെയ്യാൻ, ഇതിലും താണ ഒരു ശുശ്രൂഷ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഒരു വിഭാഗത്തിന് ഇത് ഭോഷത്വമായി തോന്നും, ഒരു വിഭാഗത്തിന് ഇത് പരിഹാസമായി തോന്നും. പക്ഷെ അവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു, അവരോട് ഞങ്ങൾ അറിയിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്താണ് സുവിശേഷം ചെയ്യുന്നത്? എന്റെ സഹോദരന്മാരോട് എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പറയുന്നു, സഭയോട് പറയുന്നു, സഭ സുവിശേഷം അറിയിക്കുന്നതിൽ ഒത്തിരി പുറകോട്ട് പോയിരിക്കുന്നു. യഥാർത്ഥമായി സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ എണ്ണം കുറയുന്നു. അപ്പോസ്തലനായ പൗലോസിനെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ പൗലോസിനോട് ഒറ്റ കാര്യമേ ദൈവം പറഞ്ഞുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ ആ ദൈവ മനുഷ്യനോട് ദൈവം പറയുകയാണ്, അവർക്ക് എന്ന് വെച്ചാൽ മനുഷ്യർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കാനും. അപ്പൊ എന്താ, മനുഷ്യരെല്ലാം അന്ധന്മാരാണോ? ഇവിടെ പറയുന്ന അന്ധത ആത്മീയ അന്ധതയാണ്. ദൈവത്തെ കാണാൻ കഴിയാത്ത, രക്ഷകനെ കാണാൻ കഴിയാത്ത, സത്യത്തെ അറിയാൻ കഴിയാതെ മനുഷ്യന്റെ കണ്ണുകളെ തിമിരം പിടിപ്പിച്ചിരിക്കുന്ന പൈശാചിക ബന്ധനത്തിന്റെ അന്ധതയാണ്. അങ്ങനെ ആത്മീയ അന്ധത പിടിച്ചിരിക്കുന്നവന്റെ കണ്ണു തുറക്കാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കാൻ ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. ഞാൻ എന്തിനാണ് നിന്നെ വിളിച്ചത്? ഞാൻ എന്തിനാണ് നിന്നെ തിരഞ്ഞെടുത്തത്? എന്നിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ഉണ്ടെന്ന് പറയാനും, വിശ്വാസത്തിൽ കടന്നു വന്ന് വിശുദ്ധീകരണം ഏറ്റെടുത്തവന് ദൈവീക അവകാശങ്ങൾ ഉണ്ടെന്ന് പ്രസംഗിക്കാനും, ആത്മീക അന്ധത പിടിച്ച് തിന്മയിൽ കിടക്കുന്ന തിമിരം ബാധിച്ചവന്റെ ആത്മീക തിമിരം മാറ്റി അവന്റെ അകത്തെ കണ്ണ് തുറപ്പിച്ച് അവന് ദൈവത്തെ കാണാനും, ഇരുട്ടിൽ നിന്ന് ഇരുട്ടിനകത്ത് കിടക്കുന്ന ഒരു സമൂഹത്തെ വെളിച്ചത്തിലേക്കും, സാത്താന്റെ അധികാരത്തിൽ കിടക്കുന്ന കുറെ വിഭാഗങ്ങളെ, ജനത്തെ ദൈവത്തിലേക്കും തിരിക്കാൻ
ബ്രദറെ, നിങ്ങളിത് മനസ്സിലാക്കുന്നോ? സുവിശേഷം കേൾക്കുന്നത്, ഞാനൊരു സുവിശേഷ യോഗത്തിൽ പങ്കെടുത്തത് എന്റെ കടഭാരം മാറാനോ എന്റെ രോഗസൗഖ്യമാകാനോ അല്ല. പക്ഷെ സുവിശേഷത്തിൽ വിശ്വസിച്ചവന്, യഥാർത്ഥമായി ദൈവത്തെ അറിഞ്ഞവന് ജീവിതത്തിൽ നന്മ ഉണ്ടാകും, സൗഖ്യം ഉണ്ടാവും, വിടുതൽ ഉണ്ടാവും, വഴി തുറക്കും. എന്തിനാണ് വിളിച്ചത്? ഒരു വലിയ കൂട്ടത്തെ, പൗലോസേ, അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കാൻ. അപ്പൊ സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിക്കുന്നതും ഇരുട്ടിൽ നിന്ന് ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നതും ആത്മീക അന്ധത, ആത്മീക തിമിരം നമ്മളിൽ നിന്ന് എടുത്തു കളയുന്നതും പാപവിമോചനവും വിശുദ്ധീകരണവും എല്ലാം നമ്മിൽ കൊണ്ടുവരുന്നതും ഈ സുവിശേഷത്തിന്റെ കേൾവിയും ഈ സത്യ സുവിശേഷത്തിലുള്ള വിശ്വാസമാണ്. എൽഷദായി കൂട്ടം, എൽഷദായി ഫാമിലി, എൽഷദായി ചർച്ച് സുവിശേഷകരെ കൊണ്ട് നിറയട്ടെ. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. എൽഷദായി കൂട്ടം, എൽഷദായി സഭ ആത്മഭാരമുള്ളവരെ കൊണ്ട് നിറയട്ടെ. ഭാരതത്തിലുള്ള മുഴുവൻ സഭകളും, ലോകത്തിലുള്ള മുഴുവൻ സഭകളും, കേരളത്തിലെ മുഴുവൻ സഭകളും ആത്മഭാരമുള്ള സുവിശേഷകരാൽ സമ്പന്നമാകട്ടെ. തിരിയണം, വഴി തിരിക്കണം. തിരിയണമെങ്കിൽ ഇത് പറയണം, ഇത് പറയാൻ മടിക്കല്ലേ. ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ, ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ കുറിച്ചോ എന്റെ വചനത്തെ കുറിച്ചോ പറയാൻ മടിക്കാത്തവനെ ദൈവദൂതന്മാരുടെയും മുഴു സ്വർഗത്തിന്റെ മുമ്പിൽ വെച്ച് ഞാനും ഏറ്റുപറയുമെന്ന്. ദൈവം നിന്നെ അംഗീകരിക്കണമെങ്കിൽ, ദൈവം നിന്നെ ഏറ്റുപറയണമെങ്കിൽ, നീ എന്റേതാണെന്ന് പറയണമെങ്കിൽ ഈ മാറ്റമില്ലാത്ത സുവിശേഷം പറയാൻ നീ മടിക്കരുത്. ഈ മാറ്റമില്ലാത്ത വചനം പറയാൻ നീ മടിക്കരുത്. ഈ മാറ്റമില്ലാത്ത സുവിശേഷവും നിത്യ സത്യ ദൈവമായ ക്രിസ്തുവിനെയും അവന്റെ രക്ഷയും പ്രഘോഷിക്കാൻ മറന്നു പോകരുത്. 2 മിനിറ്റേ ഒരാളോട് മിണ്ടാൻ കിട്ടിയോളെങ്കിലും ആ മനുഷ്യൻ ഒരു പ്രതിസന്ധിയിലാണ്, പ്രതികൂലത്തിലാണെന്ന് മനസ്സിലായാൽ, അല്ലെങ്കിൽ അവൻ ഇരുട്ടിലാണെന്ന് മനസ്സിലായാൽ, അല്ലെങ്കിൽ അവൻ സാത്താന്റെ അധികാരത്തിൽ കിടക്കുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞാൽ, വെളിച്ചം കയ്യിൽ കൊണ്ട് നടക്കുന്നവൻ ഇരുട്ടിൽ കിടക്കുന്നവനെ സഹായിക്കണം. ഞാനിത് പറയുമ്പോൾ സ്വർഗം അറ്റൻഷൻ ആകുന്നത് എനിക്കറിയാം. സുവിശേഷം പറയാൻ മടിക്കരുത്, സുവിശേഷം പ്രസംഗിക്കാൻ മടിക്കരുത്. ഈ സുവിശേഷമാണ് എന്നെ രക്ഷിച്ചത്. ഈ ക്രിസ്തുവിന്റെ സുവിശേഷമാണ് എന്നെ ഞാനാക്കിയത്. ഈ സുവിശേഷമാണ് എന്നെ നിലനിർത്തിയത്. ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ നന്മയും എന്റെ ദൈവം ഒരുക്കിയ എറ്റേണിറ്റിയും ഭയരഹിതമായ ക്രിസ്തീയ ജീവിതവും ഭൗതിക അനുഗ്രഹങ്ങളും വിശുദ്ധീകരണവും നിത്യജീവനും ഇത് മുഴുവൻ സ്വായത്തമാക്കുവാൻ ഈ ഭൂമിയിൽ എന്നെ സഹായിച്ചത് ഞാൻ കേട്ട സുവിശേഷമാണ്. ഗുഡ് ന്യൂസ്. സഭയോട് പറയുന്ന, മക്കളെ, നിന്റെ കയ്യിൽ ഈ വെളിച്ചമുണ്ടെങ്കിൽ,
ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. ആ സത്യ വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ ഉള്ളിൽ വന്നെങ്കിൽ നീ ഒളിച്ചു വെക്കരുത്. വിളക്ക് കത്തിച്ചവർ കത്തിയ വിളക്ക് കട്ടിലിന്റെ കീഴിൽ വെക്കാനല്ല, പറയിൻ കീഴിൽ വെക്കാനല്ല, അത് തണ്ടിന്മേൽ വെക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. അതിന് പ്ലാറ്റ്ഫോമുകൾ വേണമെന്നില്ല, അതിന് മൈക്രോഫോൺ വേണമെന്നില്ല, അതിന് സ്റ്റേജും ഫ്ലെക്സ് ബോർഡും വേണമെന്നില്ല. നിനക്കേത് വഴിയിലൂടെയും മനുഷ്യനെ ദൈവത്തിലേക്ക് തിരിക്കാനും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനത്തെ കൊണ്ടുവരാനും സാത്താന്റെ അധികാരത്തിൽ നിന്ന് അവനെ വിടുവിച്ചെടുക്കാനും നിന്റെ അധരത്തിൽ ദൈവം തന്ന വചനത്തിലൂടെ സാധ്യമാകും. സ്വീകരിക്കുന്നു. എൽ ശദ്ദായി സഭയുടെ ആരംഭം അവിടെയാണ്. ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായത് സുവിശേഷത്തിലാണ്. 17 വയസ്സ് പ്രായമുള്ള ഒരു യാഥാസ്ഥിതിക സാമുദായിക കുടുംബത്തിൽ, ആ പൈതൃകത്തിൽ വളർന്ന എന്റെ ജീവിതം സുവിശേഷത്താൽ വിടിവിക്കപ്പെട്ട് സുവിശേഷത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് നിത്യസത്യ ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ഒരു 17 വയസ്സ് ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ എത്രയുണ്ടാകും, എന്തുണ്ടാകും, എങ്ങനെയായിരിക്കും എന്നെല്ലാം നിങ്ങൾക്കറിയാം. ഞാനായിരുന്ന ഇടങ്ങളിലും എൻ്റെ കൂട്ടുകാരോടും എൻ്റെ കുടുംബക്കാരോടും വഴിപോക്കരോടും ഞാൻ ഈ യേശുവിനെ കുറിച്ച് പറയായിരുന്നു. കോളേജ് വിട്ട് വീട്ടിൽ വരുമ്പോ, ആ കോളേജ് വിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ബാഗിനകത്ത് ക്യാമ്പസ് ക്രൂസേഡിന്റെയും ICPF എന്ന സംഘടനയിൽ നിന്ന് ലഭിച്ചതായ ഇന്റർ കോളേജിയറ്റ് പ്രയർ ഫെലോഷിപ്പ് എന്ന സംഘടനയിൽ നിന്ന് ലഭിച്ചതായ ട്രാക്റ്റുകളും പുതിയ നിയമപ്രതികളും എൻ്റെ ബാഗിനകത്ത് കുത്തി നിറച്ചു വെക്കുമായിരുന്നു. ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കോളേജ് വിടുമ്പോൾ നല്ല വിശപ്പുണ്ട്, വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കാനുള്ള ഫീലുണ്ട്. പക്ഷെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 5:30 മണിയാവും. കാരണം 3:30 മണി മുതൽ ഒരു 4:30-5 മണി വരെ ആ കോളേജ് വിട്ട് പോകുന്ന പോക്കിൽ വഴിത്തലക്കൽ കാണുന്ന എല്ലാവരോടും എൻ്റെ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ഞാൻ പറയും. സൈക്കിൾ ചവിട്ടി വീടാന്തോറും നടന്ന് പ്രാർത്ഥനയ്ക്ക് യൗവനക്കാരെ കൂട്ടിയ ഒരു സാഹചര്യമുണ്ട്. ഇന്ന് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ആയിരിക്കും കാണുന്നത്. ഇന്നും എൻ്റെ അകം, എൻ്റെ ഉള്ളം സുവിശേഷത്തിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി കൊതിക്കുകയാണ്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ആത്മഭാരമുള്ള ഒരു തലമുറ ഭാരതത്തിൽ എഴുന്നേൽക്കട്ടെ. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്. തന്റെ ലേഖനത്തിൽ റോമർ 1:16 പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. എന്തുവാ ഇപ്പൊ വലിയ സുവിശേഷമൊക്കെ ആയിട്ട് നടക്കുവാണോ? ആഹാ കൊള്ളാലോ എന്നൊക്കെ പറയുമായിരിക്കും. പറയട്ടെ, പറഞ്ഞോട്ടെ. പക്ഷെ അവനും ഇതിനകത്തൊരു ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയും. ആമേൻ. ഹല്ലേലൂയ. അതിലൊന്നും നമുക്ക് പ്രശംസിക്കാനില്ല. നമ്മുടെ ദൗത്യം അത്. അറിഞ്ഞ സത്യം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യ. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരോടും വിശ്വാസികളോടും പറയാം, ടിനു ജോർജ് എന്ന ഒരു സുവിശേഷകന്റെ കീഴിൽ അദ്ദേഹം നേടുന്ന ആത്മാക്കളെ മാത്രം പരിപോഷിപ്പിച്ച് പാടി നടക്കാതെ നിങ്ങളും ആത്മാക്കളെ നേടുന്നവരാകണം. ആമേൻ. അതിന് പ്ലാറ്റ്ഫോം ഒന്നും വേണ്ട. ഞാൻ തുടങ്ങിയത് പ്ലാറ്റ്ഫോമിലല്ല, ഞാൻ തുടങ്ങിയത് വഴിത്തലക്കല. ആമേൻ.
1 കൊരിന്ത്യർ 9:16-17 വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. വേദപുസ്തകത്തിൽ എവിടെങ്കിലും നിർബന്ധമായി കൈയടിക്കണമെന്ന് എഴുതിയിട്ടുണ്ടോ? ബൈബിളിൽ എവിടെങ്കിലും നിർബന്ധമായി സ്തോത്ര കാഴ്ച കൊടുക്കണമെന്ന് എഴുതിയിട്ടുണ്ടോ? സന്തോഷത്തോടെ കൊടുക്കാനാണ് എഴുതിയിരിക്കുന്നത്, താല്പര്യമുണ്ടെ കൊടുക്കാനാണ് എഴുതിയിരിക്കുന്നത്. വേദപുസ്തകത്തിൽ എവിടെങ്കിലും നിർബന്ധമായി വന്നിരുന്ന് വാ തുറന്ന് പാടണമെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നിർബന്ധമായും അത് ചെയ്യണം എന്ന് പറഞ്ഞെങ്കിൽ അത് ഈ സുവിശേഷം അറിയിക്കുന്നതാണ്. സുവിശേഷം കേട്ടവർ, അറിഞ്ഞവർ, ഈ ദൈവത്തെ അറിയാൻ കൃപ ലഭിച്ച ദൈവമക്കൾ എന്ന കൈ ഉയർത്തി. നിങ്ങൾക്ക് സന്തോഷമാണോ? ഈ ദൈവത്തെ അറിഞ്ഞതിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടോ? ഈ കർത്താവിനെ അറിഞ്ഞതിൽ സന്തോഷമുണ്ടോ? ഈ തമ്പുരാനെ വിളിച്ചതിലും സേവിച്ചതിലും നന്മയുണ്ടോ? എന്റെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നെന്നുള്ള ബോധ്യമുണ്ടോ? എന്റെ ചോദ്യം, ഞാൻ മാത്രം സന്തോഷിച്ചാ മതിയോ? ഞാൻ മാത്രം നിന്നാ മതിയോ? ഞാൻ മാത്രം ഇതിനകത്ത് അങ്ങ് ആനന്ദിച്ചാ മതിയോ? മറ്റുള്ളവരും ഇതറിയണ്ടേ, ഇത് അറിയിക്കണ്ടേ? നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ സ്വോത്ര കാഴ്ച ഇട്ടില്ലെങ്കിൽ നിനക്ക് അയ്യോ കഷ്ടമെന്ന്? എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പാട്ട് പാടിയില്ലെങ്കിൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അതിനൊക്കെ അയ്യോ കഷ്ടമെന്ന്? ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. കാരണം നിങ്ങൾക്കറിയോ, ദൈവം, നിങ്ങൾ പറയും ദേശം എന്താ വിടുവിക്കപ്പെടാത്തെ, ദേശം എന്താ അറിയാത്തെ? എന്റെ ദൈവമേ പ്രവർത്തിക്കണം. ഞാനൊരു സത്യം പറയട്ടെ, ഈ പണി മീഖായേലിനെയോ ഗബ്രിയേലിനെയോ വിശുദ്ധ ദൂതന്മാരെയോ സറാഫുകളെയോ കെരൂബുകളെയോ വല്ല ഏൽപ്പിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, വേണ്ടേ, ഒരു 5 ദിവസം കൊണ്ട് ഭൂമി സെറ്റാക്കി അങ്ങ് കൊടുത്തേനെ. ഈ സുവിശേഷം അറിയിക്കുന്ന ജോലി ദൂതന്മാരുടെ കയ്യിലേക്ക് ദൈവം കൊടുത്തിരുന്നെങ്കിൽ 10 ദിവസം വേണ്ട, ഈ ഭൂമി അവന്റെ മഹത്വം കൊണ്ടങ്ങ് നിറഞ്ഞേനെ. പക്ഷെ ഇത് ദൂതന്മാരെ ഏൽപ്പിച്ചില്ല. ഇത് ചെയ്യാൻ ദൂതന്മാരോടല്ല പറഞ്ഞത്, ഇത് ചെയ്യാൻ ദൂത് കേട്ടവനോടാണ് പറഞ്ഞത്. അവരിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, for I am not ashamed of the gospel, for it is the power of God. Gospel is the power of God. Amen. For salvation to everyone who believes. അതിന്റെ 18ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, for the word of the cross is foolishness to those who are perishing, but to us who are being saved it is the power of God. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവന് ഭോഷത്വം, എന്നാൽ ഇത് കേട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവന് ഇത് ദൈവശക്തിയുമായിരിക്കും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. എന്താണ് സുവിശേഷം? ക്രിസ്തുയേശുവിലൂടെ നടത്തുന്ന ലഭ്യമാകുന്ന പാപവിമോചനം. ഈ നമ്മുടെയൊക്കെ മീറ്റിങ്ങുകളിൽ പലപ്പോഴും, എല്ലാ മീറ്റിങ്ങുകളിലും ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ പുതിയ നിയമം ആയിരിക്കില്ല പറയുന്നത്, പഴയ നിയമവും നമ്മൾ പ്രസംഗിക്കുന്നു, വിശ്വസിക്കുന്നു.
എന്നാൽ ഒരിക്കലും സുവിശേഷം എന്ന് പറയുന്നത് അബ്രഹാമിനെ കുറിച്ചോ ഇസ്ഹാക്കിനെ കുറിച്ചോ യാക്കോബിനെ കുറിച്ചോ പറയുന്നതല്ല. സുവിശേഷം ഒരിക്കലും ഏലാ താഴ്വരയിൽ നടന്ന ദാവീദുമായി ഉണ്ടായ യുദ്ധം പ്രസംഗിക്കപ്പെടുന്നതല്ല. സുവിശേഷം ഒരിക്കലും ഏലിയാവും എലീശയും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് പറയുന്നതല്ല. എന്താണ് സുവിശേഷം? ആരാണ് സുവിശേഷം? എന്താണ് ഗുഡ് ന്യൂസ്? 2 തിമോത്തി 2-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ സുവിശേഷം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. Amen. Hallelujah. എന്ത് മനോഹരമായ ഒരു വിവരണമാണത്. ബ്രദറെ, എൻ്റെ പാപത്തെ വിമോചിപ്പിച്ച, എൻ്റെ ജീവിതത്തെ രക്ഷിച്ച ഒരു നല്ല കർത്താവുണ്ട്. ഞാനൊരു മതത്തിൻ്റെയും വക്താവല്ല, ഞാനൊരു സംഘടനയുടെയും ഭാഗമല്ല, ഞാനൊരു ചർച്ചിൽ ആരാധനയ്ക്ക് പോകുന്നു, ഞാൻ ആ സ്പിരിച്വൽ കവറിങ് നിൽക്കുന്നു. പക്ഷെ അതിലെല്ലാം അപ്പുറമായി ഞാൻ കർത്താവിൻ്റെ മകൻ. എന്നെ ഒന്നും അറിയാതെ കിടന്ന എന്നെ, പാപിയായ എന്നെ, രോഗിയായ എന്നെ, ഈ യേശുവിൻ്റെ സ്നേഹം, അവൻ്റെ പരിശുദ്ധ രക്തം എന്നെ വിടുവിച്ചു. നീ വിശ്വസിക്കൂ സഹോദര, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കർത്താവ് എന്നെ വിടുവിച്ച ദൈവം നിന്നെയും വിടുവിക്കും. ഇത് പറയാൻ എത്ര പേരുണ്ട് ഇവിടെ? ഇത് പറയാൻ, ഇതറിയിക്കാൻ, ഇത് വിളംബരം ചെയ്യാൻ, ദാവീദിന്റെ സന്തതിയായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിനെ പ്രസംഗിക്കുവാൻ. അവനാൽ ലഭിക്കുന്ന പാപവിമോചനം, അതാണ് ഏറ്റവും വിളംബരം ചെയ്യേണ്ട സത്യം. യോഹന്നാൻ 8:11 പാപിനിയായ സ്ത്രീ യേശു കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ യേശു അവളോട് പറയുന്നുണ്ട്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. ശ്രദ്ധിക്കുന്നോ? അവൾ ശിക്ഷയ്ക്ക് യോഗ്യയാണ്. ശിക്ഷാവിധിയിൽ അകപ്പെടേണ്ടവളെ ശിക്ഷിക്കാതെ അവളെ രക്ഷിച്ചു. ന്യായവിധിയിൽ പെടേണ്ടവളെ രക്ഷിച്ചു. അവളുടെ പാപത്തെ വിമോചിപ്പിച്ചു. ഇത് ചെയ്തത് യേശുവാണ്. ആ യേശുവിനെ നിങ്ങൾക്കൊരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, അറിയിക്കാൻ കഴിഞ്ഞാൽ, അവനെയും നിനക്ക് രക്ഷിക്കാൻ കഴിയും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഈ യേശുവിനെ, ഈ കർത്താവിനെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അവനെയും നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും. കാരണം അവനിൽ മാത്രമാണ്, യേശുവിൽ മാത്രമാണ് പാപവിമോചനം എന്ന വീണ്ടെടുപ്പ്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 1 കൊരിന്ത്യർ 15-1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് അപ്പോസ്തലന് വെളിപ്പെടുത്തിയ കാര്യം അദ്ദേഹം പറയാണ്. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചതും, പറഞ്ഞേ സുവിശേഷം, സുവിശേഷം നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. സുവിശേഷം പറയുന്ന പാസ്റ്റർമാരും ബ്ലസ്സിങ്ങാണ്. 3-ാമത്തെ വാക്യത്തിൽ എന്നാ പറഞ്ഞേ? ക്രിസ്തു നമ്മുടെ അപ്പൊ സുവിശേഷമാണ് പൗലോസ് അറിയിച്ചത്. ആരെ? സഭയെ. എന്തായിരുന്നു താൻ അവർക്ക് കൊടുത്ത സുവിശേഷം? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി
തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചുവല്ലോ. നിന്റെ പാപവിമോചനത്തിനും നിങ്ങളുടെ നിത്യജീവനും വീണ്ടെടുപ്പിനും സൗഖ്യത്തിനുമായി നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവ്. ഈ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 1 തിമോത്തി 2:5-6, ദൈവം ഒരുവനല്ലോ. ദൈവം ഒരുവനല്ലോ, അത് ആദ്യം അറിയണം. പലതില്ലെന്ന് അതാദ്യം അറിയണം. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ഇത് ബൈബിളാണ്, ഇത് മാറ്റാൻ പറ്റൂല. നമ്മുടെ ആശയങ്ങൾ ഇതിൽ തിരികെ കയറ്റാൻ പറ്റൂല. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ. അവിടെ ഓർത്തോണം, മധ്യസ്ഥൻ ഒരുത്തനെ ഉള്ളെങ്കിൽ രണ്ടില്ലെന്ന്. ആ ദൈവം ആരാണെന്ന് പറഞ്ഞു, ആ മധ്യസ്ഥൻ ആരാണെന്ന് പറഞ്ഞു. അത് എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഒന്ന് കരമടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞേ. ഇനി എന്തേലും സംശയം ഉണ്ടോ? ഇനി എന്തേലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയത്തെ സംശയിക്കണം. കാരണം അത്ര ക്ലാരിറ്റിയോടെയാണ്, അത്ര ക്ലിയർ കട്ടായിട്ടാണ്. ഒരു പ്രസംഗത്തിന്റെയോ പ്രബോധനത്തിന്റെയോ ആവശ്യം പോലും ഇല്ലാതെയാണ്, ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകുന്ന രീതിയിലാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഇനി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുവീൻ. പിതാവ് പുത്രനിൽ മഹത്വം പെടേണ്ടതിന് ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് ആമേൻ പറഞ്ഞേ. കാരണം എല്ലാ നാമത്തിനും മേലായ നാമം, പ്രാർത്ഥന ദൈവം കേൾക്കുന്ന നാമം, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്ന നാമം, രക്ഷ ലഭിക്കുന്ന നാമം, വഴിയും സത്യവും ജീവനുമായ നാമം, വിടുതലുണ്ടാകുന്ന നാമം, നിത്യതയിൽ എത്തിക്കുന്ന നാമം, ഒരേ ഒരു നാമം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. ജീസസ്. യേശു മനുഷ്യൻ ദൈവമായതല്ല, ദൈവം മനുഷ്യനായതാണ്. പക്ഷേ ഒരേ ഒരു ദൈവമേ ഉള്ളൂ മനുഷ്യനായി വന്നത്. മനുഷ്യന്റെ കൂടെ നടന്നു, മനുഷ്യന്റെ ഒപ്പം ഭക്ഷിച്ചു, അവന്റെ സകല വേദനകളും മനസ്സിലാക്കി, അവന്റെ സകല ആവശ്യങ്ങളും പരിഹരിച്ചു. അവസാനം ആർക്കും പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, അവന്റെ ജന്മകർമ്മ പാപം. അവനിൽ കുടിയിരിക്കുന്ന, അവന്റെ രക്തത്തിൽ കുടിയിരിക്കുന്ന പാപം, ആ പാപവും അവനിൽ എടുത്തു കളയാൻ അവൻ തന്റെ സ്വന്തം രക്തം അവന് വേണ്ടി കൊടുത്തു. ആ പരിശുദ്ധമായ രക്തം അവന് വേണ്ടി ഒഴുക്കി. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1-ാം-അധ്യായം 7-ാം വാക്യം പറയുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 4:11-12 പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല,
നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. Amen. സഹോദരിമാരെ, സഹോദരന്മാരെ, എൻ്റെ വാത്സല്യ മാതാപിതാക്കളെ, എൻ്റെ ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, എൻ്റെ കൂട്ടുവേലക്കാരെ, എൻ്റെ ആത്മീക മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മമാരെ, നിങ്ങൾ സുവിശേഷം പറയണം. Amen. നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ലജ്ജിക്കല്ല അതിനകത്ത്. നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയാൻ മടിക്കാതിരുന്നാൽ സ്വർഗത്തിൽ ദൂതന്മാരുടെ നടുവിൽ കർത്താവും പറയും, നീ എന്റേതാണ്. ഒന്ന് തിമോത്തിയോസ് 1-ാം അധ്യായം 15-ാം തിരുവെഴുത്ത് പൗലോസ് പറഞ്ഞു, ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലൻ പറയുകയാണ്, പറഞ്ഞ് എല്ലാവരും അംഗീകരിക്കാൻ. എല്ലാവരും അംഗീകരിക്കാൻ. ഈ ഞങ്ങൾ എന്തിനാണ് എല്ലാവരും യേശുവിനെ അംഗീകരിക്കണമെന്ന് പറയുന്നേ? അത് ബ്രദറെ, സൗഖ്യം കിട്ടാൻ. എല്ലാവരും രോഗികളാണോ? രോഗിക്കല്ലേ സൗഖ്യം വേണ്ടേ? ആരോഗ്യങ്ങൾ എത്ര, ഒരു രോഗവും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. അത് ബ്രദറെ, അത് കടഭാരം ഒക്കെ ഒന്ന് മാറണം. എല്ലാവരും കടഭാരമുള്ളവരാണോ? 1 രൂപ കടമില്ലാത്ത എത്ര പേരുണ്ട്? അത് ബ്രദറെ, എൻ്റെ കുടുംബജീവിതം ഒന്ന് സ്വസ്ഥമാകാൻ. ഒരു വിശ്വാസം ഇല്ലാതെ കുടുംബജീവിതം എത്ര അടിപൊളിയായിട്ട് നയിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് കുടുംബജീവിതത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടോ രോഗസൗഖ്യവുമായി കണക്ട് ചെയ്തോ കടഭാരം മാറാനോ ഒന്നുമല്ല എല്ലാവരും യേശുവിനെ അംഗീകരിക്കണമെന്ന് പറയുന്നേ. എല്ലാവരും യേശുവിനെ അംഗീകരിക്കണമെന്ന് പറയുന്നതിന് ഒറ്റ കാരണേ ഉള്ളൂ, എല്ലാവരുടെ ഉള്ളിൽ പാപമുണ്ട്. അതില്ലാത്ത ഒരുത്തനും ഇല്ല. നിങ്ങളിൽ പാപമില്ലെന്ന് പറയുന്നവൻ കള്ളനാകുന്നു. നിങ്ങളിൽ പാപമില്ലെന്ന് പറയുന്നവനല്ലാതെ ആരാകുന്നു കള്ളൻ? ആ പാപിക്ക് ഒരു രക്ഷകനേ ഉള്ളൂ. ആ പാപിക്ക് ഒരു വിമോചകനേ ഉള്ളൂ. ആ പാപിക്ക് ഒരു വീണ്ടെടുപ്പുകാരനേ ഉള്ളൂ. ആ പാപിക്ക് ഒരു വെളിച്ചമേ ഉള്ളൂ. അത് ജീവനെ തന്നെത്താൻ ഈ ഭൂമിയിൽ വന്ന് അർപ്പിച്ച് തന്റെ സ്വന്തം രക്തം കൊടുത്ത് അവനെ വീണ്ടെടുത്ത ദൈവപുത്രനായ ക്രിസ്തുവാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കേണ്ട വചനമാണ്. ആരും പേടിക്കണ്ട. ആ പാപികളിൽ ഞാനായിരുന്നു ഫസ്റ്റ് റാങ്ക്. ഹല്ലേലൂയ. പക്ഷെ ആ എന്നെയും ആ കർത്താവ് രക്ഷിച്ചു. അവൻ എനിക്കും നിത്യജീവൻ തന്നു. അവൻ എന്നോടും സകല ദീർഘക്ഷമയും പാപികളിൽ ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്കും കരുണ ലഭിച്ചു. ഇത്ര വലിയ മഹത്തരമേറിയ അനുഭവം ഉള്ളവർ, യേശുവിലൂടെ പാപവിമോചനവും രക്ഷയും ലഭിച്ചവർ എന്ന കൈകൾ ഉയർത്തിയേ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ശുശ്രൂഷ. എന്താ രക്ഷ? രക്ഷ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒരു ബഹളം ഇല്ലാതെ, പടക്കം പൊട്ടിക്കാതെ, ചെണ്ടമേളം ഇല്ലാതെ, ബാൻഡില്ലാതെ, ഭൂകമ്പമില്ലാതെ, ആരവാരങ്ങളില്ലാതെ അഖിലാണ്ടത്തെ മുഴുവൻ ചമച്ചവൻ നിന്റെ അകത്തോട്ട് ഇറങ്ങി വരിക. അഖിലാണ്ടത്തെ മുഴുവൻ ചമച്ചവൻ നിന്റെ ആത്മാവിലേക്ക് ഇറങ്ങി വരിക. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇത്ര വലിയ രക്ഷയെ
നീ ഗണ്യമാക്കാതെ പോകരുതെന്ന്. ആമേൻ.